നമസ്കാരം, ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ശക്തിയുള്ള ചില ആഴമേറിയ ചിന്തകളെക്കുറിച്ചാണ്. 1968 ഓഗസ്റ്റിലെ അഖണ്ഡ ജ്യോതി മാസികയിൽ യുഗഋഷി പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യജി പങ്കുവച്ച കാലാതീതമായ ജ്ഞാനത്തിലേക്ക് നമുക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. അപ്പോ ഈ യാത്രയിൽ നമ്മൾ എന്തൊക്കെയാണ് കാണാൻ പോകുന്നതെന്ന് നോക്കാം. നമ്മുടെ ഉള്ളിലുള്ള യഥാർത്ഥ ശക്തിയെ തിരിച്ചറിയുന്നത് മുതൽ ആ അറിവ് ലോകത്തിനു വേണ്ടി എങ്ങനെ ഉപയോഗിക്കാം എന്നതുവരെ നമ്മൾക്ക് മനസ്സിലാക്കാം. ഇതൊരു വെറും വിശകലനമായി കാണണ്ട, മറിച്ച് നമുക്ക് നമ്മളെ തന്നെ കണ്ടെത്താനുള്ളൊരു വഴികാട്ടിയാണിത്. ശരി, അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ? ഈ യാത്രയുടെ ആദ്യത്തെ ചുവടുവെപ്പെന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നോക്കുക എന്നതാണ്. എന്താണ് നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ അപാരമായ ശക്തി? നമുക്ക് ഒരുമിച്ച് കണ്ടുപിടിക്കാം. ആദ്യമായി ഈ വാക്കുകളൊന്ന് ശ്രദ്ധിക്കൂ. ഇത് നമ്മുടെ ചിന്താരീതിയെ തന്നെ മാറ്റാൻ കഴിവുള്ള ഒന്നാണ്. ഇതിന്റെ അർത്ഥം വളരെ ലളിതമാണ്, പക്ഷേ അത്രയേറെ ശക്തവുമാണ്. നമ്മളാരും പരിമിതികളുള്ള വെറും സാധാരണക്കാരല്ല. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നമുക്ക് സങ്കൽപ്പിക്കാൻ പോലും പറ്റാത്ത അത്രയും കഴിവുകളും ഊർജ്ജവും ഒളിഞ്ഞുകിടപ്പുണ്ട്. അതുകൊണ്ട് നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, യഥാർത്ഥ ശക്തി മറ്റുള്ളവരുടെ അംഗീകാരത്തിലോ പണത്തിലോ പദവിയിലോ അല്ല ഇരിക്കുന്നത്. അത് നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. അത് തിരിച്ചറിയുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യപടി. ശരി, അപ്പം നമ്മുടെ ഉള്ളിൽ ഇത്രയും വലിയൊരു ശക്തിയുണ്ടെങ്കിൽ അതെങ്ങനെ പുറത്തു കൊണ്ടുവരും? അതെങ്ങനെ ഉണർത്തും? അടുത്ത തത്വം നമ്മളെ അതിലേക്കാണ് നയിക്കുന്നത്. സ്വയം ബഹുമാനിക്കുക എന്ന് പറയുമ്പോൾ അത് അഹങ്കാരമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആ ദിവ്യമായ അംശത്തെ, ആ കഴിവിനെ, ആ സാധ്യതകളെ ആത്മാർത്ഥമായി അംഗീകരിക്കുന്നതിനെയാണ് ഇതർത്ഥമാക്കുന്നത്. സ്വയം തിരിച്ചറിയാനുള്ള യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചുവടുവെപ്പാണിത്. അപ്പോ നമ്മുടെ ഉള്ളിലെ കഴിവിനെക്കുറിച്ച് നമ്മളിപ്പോൾ മനസ്സിലാക്കി, അതിനെ ബഹുമാനിക്കാനും പഠിച്ചു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ആ കഴിവിനെ എങ്ങനെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താം? അതിനുള്ള വഴിയാണ് ആന്തരിക സമാധാനം കണ്ടെത്തുക എന്നത്. ഇവിടെയാണ് ഉപാസനയുടെ പ്രാധാന്യം വരുന്നത്. ഉപാസന എന്ന് കേൾക്കുമ്പോൾ വെറും പൂജയോ ചടങ്ങുകളോ ആണെന്ന് കരുതരുത്. മറിച്ച് നമ്മുടെ മനസ്സിന് ആഴത്തിലുള്ള ശാന്തതയും സമാധാനവും തരുന്ന, നമ്മളെ നമ്മളിലേക്ക് അടുപ്പിക്കുന്ന പ്രവൃത്തികളാണ് യഥാർത്ഥ ഉപാസന. നമ്മൾ സാധാരണ കാണുന്ന സന്തോഷങ്ങളൊക്കെ ചിലപ്പോൾ വരും പോകും. പക്ഷേ ആത്മീയത നൽകുന്ന ആനന്ദം അങ്ങനെയല്ല. അത് പുറത്തുള്ള സാഹചര്യങ്ങളെ ആശ്രയിക്കുന്നില്ല. അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന, ഒരിക്കലും വറ്റാത്ത ഒരു ഉറവ പോലെയാണ്. ഈ കിട്ടിയ അറിവുകളൊക്കെ മനസ്സിൽ വെച്ചാൽ മാത്രം മതിയോ? പോരാ, അത് നമ്മുടെ ഓരോ പ്രവൃത്തിയിലും പ്രതിഫലിക്കണം. നമ്മുടെ നിത്യജീവിതം തന്നെ ഒരു സാധനയാക്കി മാറ്റണം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ അറിവ് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കാം എന്നതിന്റെ താക്കോല് കാലാതീതമായ ഈ വാക്കുകളിലുണ്ട്. ഇവിടെ വച്ചാണ് നമ്മുടെ ഫോക്കസ് നമ്മളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് മാറുന്നത്. യഥാർത്ഥ ആത്മീയതയുടെ ലക്ഷ്യമെന്നത് സ്വന്തം കാര്യം നോക്കി ഇരിക്കുന്നതല്ല. അത് മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷം കണ്ടെത്തലാണ്. സേവനത്തിലൂടെയാണ് നമ്മുടെ അറിവ് പൂർണ്ണമാകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ഈ ഓട്ടപ്പാച്ചിലിനിടയിൽ മറ്റൊരാൾക്ക് വേണ്ടി ഒരു ചെറിയ കാര്യം ചെയ്യാൻ എത്രയെത്ര അവസരങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. ചിലപ്പോൾ ഒരു നല്ല വാക്ക്, അല്ലെങ്കിൽ ഒരു ചെറിയ സഹായം, ഇവയൊക്കെ വലിയ മാറ്റങ്ങളുണ്ടാക്കും. അപ്പോ എന്താണ് യഥാർത്ഥത്തിൽ അർത്ഥപൂർണമായ ജീവിതം? അത് വലിയ ചിന്തകളും കഠിനാധ്വാനവും പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള സേവനവും, ഇതെല്ലാം ചേർന്ന ഒന്നാണ്. അതാണ് യഥാർത്ഥ മഹത്വം. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളുടെയും അടിത്തറയെക്കുറിച്ചാണ്. അതാണ് സംതൃപ്തി. എന്താണ് യഥാർത്ഥ സംതൃപ്തി? അതെങ്ങനെയാണ് ശാശ്വതമായ സമാധാനത്തിലേക്ക് നയിക്കുന്നത്? നമ്മുടെ മുന്നിൽ രണ്ട് വഴികളുണ്ടെന്ന് സങ്കൽപ്പിക്കുക. ഒന്ന്, ഉള്ളതുകൊണ്ട് സന്തോഷിച്ച് സമാധാനത്തോടെ പോകുന്ന വഴി. മറ്റൊന്ന്, ഇനിയും വേണമെന്നുള്ള ഓട്ടത്തിന്റെ വഴി. അതിൽ സമാധാനം കുറവായിരിക്കും. ഏതു വഴിയാണ് നമുക്ക് വേണ്ടതെന്ന് ഈ താരതമ്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ഈ ലോകത്തിലെ ഏറ്റവും വലിയ നിധി പണമോ പദവിയോ ഒന്നുമല്ല. അത് ശരിയായ അറിവാണ്. ജീവിതം എന്താണെന്നും എങ്ങനെ ജീവിക്കണമെന്നുമുള്ള ജ്ഞാനമാണ് ഏറ്റവും വലിയ സമ്പത്ത്. ഈ പഠനങ്ങൾ നമുക്ക് വഴി കാണിച്ചു തരിക മാത്രമല്ല, ഒരു ശക്തമായ മുന്നറിയിപ്പും തരുന്നുണ്ട്. ഇത്രയധികം സാധ്യതകളോടെ കിട്ടിയ ഈ മനുഷ്യജന്മം വെറുതെ പാഴാക്കുന്നത് സ്വയം നശിപ്പിക്കുന്നതിന് തുല്യമായ ഒരു മഹാപാപമാണ്. അപ്പോൾ നമ്മൾ ഈ യാത്രയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നമ്മൾ നേടിയ ഈ അറിവുകളുണ്ടല്ലോ, അത് നമുക്ക് വേണ്ടി മാത്രം വെക്കാനുള്ളതല്ല. ഒരു തിരി മറ്റൊരു തിരിയെ കത്തിക്കുന്നത് പോലെ ഈ ജ്ഞാനം മറ്റുള്ളവരിലേക്ക് പകരുമ്പോഴാണ് അത് ശരിക്കും പൂർണ്ണമാകുന്നത്. അതുകൊണ്ടുതന്നെ ഈ ഗ്രന്ഥം നമ്മളെ എല്ലാവരെയും ഒരു മഹത്തായ കാര്യത്തിലേക്ക് ക്ഷണിക്കുകയാണ്. അതാണ് ജ്ഞാനയജ്ഞം. എന്താണിതിൻ്റെ അർത്ഥം? നമ്മൾ നേടിയ അറിവ് ഒരു യജ്ഞം പോലെ യാതൊന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ മറ്റുള്ളവരുടെ നന്മയ്ക്കായി പങ്കുവയ്ക്കുക. അതൊരു വലിയ പുണ്യകർമ്മമാണ്. ഈ ജ്ഞാനയജ്ഞം എന്ന് പറയുന്നത് അത്ര സങ്കീർണമായ ഒന്നുമല്ല.
വെറും 3 സ്റ്റെപ്പുകളേയുള്ളൂ. ആദ്യം ശരിയായ അറിവ് നേടുക, പിന്നെ ആ അറിവ് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക, അവസാനം അത് മറ്റുള്ളവരിലേക്ക് പകർന്നുകൊടുക്കുക. വളരെ സിമ്പിളല്ലേ? അപ്പോൾ നമ്മളിന്ന് സംസാരിച്ച കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ, സ്വയം മനസ്സിലാക്കുന്നത് മുതൽ മറ്റുള്ളവരെ സേവിക്കുന്നതുവരെ നീളുന്ന ഒരു സമ്പൂർണ്ണ ജീവിതത്തിലേക്കുള്ള വഴികാട്ടിയാണിത്. ഇത് വെറുമൊരു തത്വചിന്തയല്ല, മറിച്ച് പ്രകാശപൂർണമായ ഒരു ജീവിതം നയിക്കാനുള്ള ഒരു പ്രായോഗിക മാർഗമാണ്. ഇനി നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: ഈ മഹത്തായ യാത്രയിൽ നമ്മുടെ അടുത്ത ചുവട് എന്തായിരിക്കും?